أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികളെ, വിശുദ്ധ ഇസ്ലാം ശറഅാക്കിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത് അറിയാത്ത ഒരു മുസ്ലിമും ഉണ്ടായിരിക്കുകയില്ല. അല്ലാഹു തആല നിർബന്ധമാക്കിയ നിസ്കാരങ്ങൾ, അതുതന്നെ ഫർളു ഐൻ, ഓരോ വ്യക്തിക്കും നിർബന്ധമായ 5 വഖ്ത് നിസ്കാരം ദിവസവും ഫർളു ഐൻ എന്ന നിലക്ക്, അതുപോലെ തന്നെ ഫർളു കിഫായ എന്ന നിലക്ക് സ്വലാത്തുൽ ജനാസ പോലെയുള്ള മയ്യിത്ത് നിസ്കാരം പോലെയുള്ള നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ അതിനു പുറമെ സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങൾ, സുന്നത്തുൽ മുഅക്കദ, പ്രബലമായ ഏറെ ശ്രേഷ്ഠതകളുള്ള സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ വേറെയും സുന്നത്തായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങൾ, ഇങ്ങനെ പല രൂപത്തിലുള്ള നിസ്കാരങ്ങളും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ നിസ്കാരങ്ങളും ഒരുപോലെയല്ല. അതിന്റെ ശ്രേഷ്ഠതകളിൽ വ്യത്യാസമുണ്ട്, അതിന്റെ അഹ്കാമുകളിൽ, വിധികളിൽ വ്യത്യാസമുണ്ട്. നിർബന്ധ നിസ്കാരം, ഐച്ഛിക നിസ്കാരം എന്ന 2 രൂപത്തിലുള്ള വിഭജനങ്ങളുണ്ട്. നിർബന്ധ നിസ്കാരങ്ങൾ തന്നെ നമുക്കറിയാം. 5 വഖ്ത് നമ്മൾ നിസ്കരിക്കുന്ന 5 വഖ്തുള്ള നിസ്കാരം, 5 വഖ്തിലെ നിസ്കാരം, അത് തന്നെ ശ്രേഷ്ഠതകളിൽ വ്യത്യാസമുണ്ട് ആ നിസ്കാരങ്ങൾക്കിടയിൽ. ഈ 5 വഖ്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തു സുബ്ഹാൻ, ഫജ്ർ നിസ്കാരമാണ്, സുബ്ഹ നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിലൂടെ ഫജ്ർ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഫജ്ർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ ആഴ്ചകളിലെ 7 ദിവസങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന ഫജ്ർ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം വെള്ളിയാഴ്ചയിലെ ഫജ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇന്ന അഫ്ളലസ് സ്വലവാതി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ മഹത്തരമായ നിസ്കാരം എന്നുള്ളത് സ്വലാത്തു സുബ്ഹി യൗമൽ ജുമുഅ ഫീ ജമാഅത്തിൻ, സുബ്ഹ് നമസ്കാരമാണ്, വെള്ളിയാഴ്ചയിലെ സുബ്ഹ് നമസ്കാരമാണ്. ഫീ ജമാഅത്തിൻ, അത് ജമാഅത്തായി നിർവഹിക്കുന്നതിലൂടെയാണ് ഏറ്റവും അഫ്ളലായ നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുബ്ഹ് നമസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ സുബ്ഹ് നമസ്കാരം എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം ജമാഅത്തായി നിസ്കരിക്കുന്ന സുബ്ഹ് നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് സുബ്ഹ് നമസ്കാരം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, വലൗ യഅലമൂന മാ ഫിൽ അതമതി വസ്സുബ്ഹ്, സുബ്ഹ് നമസ്കാരത്തിലും ഇശാ നമസ്കാരത്തിലുമുള്ള ശ്രേഷ്ഠതകൾ, അതിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലഅതൗഹുമാ, ആ സുബ്ഹ് നമസ്കരിക്കാൻ വേണ്ടി, ഇശാ നമസ്കരിക്കാൻ വേണ്ടി അവർ പള്ളിയിലേക്ക് വരുമായിരുന്നു. വലൗ ഹബ്വ, ഇഴഞ്ഞിട്ടാണെങ്കിലും മുട്ടിലഴിഞ്ഞിട്ടാണെങ്കിലും നിരങ്ങിയിട്ടാണെങ്കിലും അവർ ആ 2 നിസ്കാരത്തിനു വേണ്ടി പള്ളിയിൽ, മസ്ജിദിൽ അവർ ഹാജരാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് അതിന് സാധിക്കുക?
ആ സുബഹി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ ആളുകൾക്ക് അതിന്റെ ശ്രേഷ്ഠത, ഇശാ നമസ്കാരത്തിന്റെയും സുബഹി നമസ്കാരത്തിന്റെയും ശ്രേഷ്ഠത, അതിലുള്ള മഹത്വം ആര് മനസ്സിലാക്കിയിട്ടുണ്ടോ അവർ ആ നിസ്കാരത്തിന് അവർക്ക് നടന്നുകൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അവർക്ക് നടക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അവർ ഇഴഞ്ഞിട്ടാണെങ്കിലും നിരങ്ങിയിട്ടാണെങ്കിലും അത്രയും പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും അവർ ആ നമസ്കാരത്തിന് എത്തുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സഹോദരങ്ങൾ, ഈ ഹദീസിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. മുട്ടിലെഴഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ, ഇഴഞ്ഞ് നടക്കുക, നിരങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ കാല് നഷ്ടപ്പെട്ട ആളുകൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കാണുന്നത് തന്നെ നമുക്ക് പ്രയാസമാണ്. അങ്ങനെ നടക്കുന്നത് ആ രൂപത്തിൽ ഇഴഞ്ഞു മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് എത്ര പ്രയാസമുണ്ടാകും. അത്രമേൽ പ്രയാസമുണ്ടായിട്ടും അവർ ഈ നമസ്കാരങ്ങൾക്ക് വരുമായിരുന്നു. അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം, അതിലുള്ള പ്രതിഫലത്തിന്റെ വലിപ്പം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. രണ്ട് കാലുകളുള്ള, വാഹന സൗകര്യമുള്ള, എന്നാൽ പള്ളിയിൽ വരാത്ത നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള ഹദീസിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സുബ്ഹ് നമസ്കാരത്തിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. സുബ്ഹ് നമസ്കാരത്തിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. നമുക്കറിയാം, ഉറക്കമെന്നുള്ളത് അതാണ് പലപ്പോഴും സുബ്ഹ് നമസ്കാരത്തിന് വലിയ തടസ്സമായിട്ടുള്ളത്. പല ആളുകൾക്കും ഉറക്കം, അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരാനുള്ള അതിനുള്ള തടസ്സമായി നിൽക്കുന്നതും പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ഉറക്കമാണ്. അള്ളാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് ഉറക്കമെന്നുള്ളത്. ഉറക്കം നഷ്ടപ്പെട്ട എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. മര്യാദക്ക് ഉറങ്ങാൻ സാധിക്കാത്ത ആളുകൾ, ഇനി ഉറക്കം വന്നിട്ടും വേദന കൊണ്ട് വേദന സഹിക്കാൻ പറ്റാതെ ഉറക്കം നഷ്ടമാകുന്ന നിരവധി രോഗികളായിട്ടുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉറക്കമെന്നുള്ളത് അള്ളാഹുവിന്റെ മഹത്തരമായ അനുഗ്രഹമാണ്. ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരാത്ത എത്ര ആളുകളാണ്. അവരുടെ മാനസിക പ്രയാസങ്ങൾ, അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അവർക്ക് മര്യാദക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരുപാട് ആളുകൾക്ക് തടയപ്പെട്ടിട്ടുള്ള അനുഗ്രഹമാണ് ഉറക്കമെന്നുള്ളത്. എന്നാൽ അള്ളാഹു പലർക്കും നൽകാത്ത അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ധിക്കാരവും അതുപോലെ തന്നെ നന്ദികേടും കാണിക്കുന്ന ധാരാളം മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉറങ്ങിയിട്ട് സുബഹി നഷ്ടപ്പെടുന്ന അവസ്ഥ, ഉറങ്ങിയിട്ട് ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ, വല്ലാത്ത നന്ദികേടാണത്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. പള്ളിയിൽ നിന്ന് വിളിയാളമുണ്ടാകുമ്പോ ഉറക്കത്തേക്കാൾ ഖൈറാണ് സ്വലാ. നിസ്കാരം എന്ന് പറയുമ്പോ, അത് കേൾക്കുമ്പോ, ഹയ്യ അല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോ വരാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ, അതിന് മനസ്സില്ലാത്ത ഒരുപാട് ആളുകൾ, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാത്ത നിരവധി ആയിരക്കണക്കിന് ആളുകൾ. സഹോദരങ്ങളെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കത്തേക്കാൾ ഖൈറാണ് സ്വലാ. എല്ലാ അർത്ഥത്തിലും ഉറക്കത്തേക്കാൾ ഖൈറായിട്ടുള്ള കാര്യമാണ് സ്വലാ. നൗമെന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. നിസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹമാണ്. നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുക, അതിനുള്ള അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാ അർത്ഥത്തിലും നിസ്കാരത്തിന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ വിളിക്കാണ് ഉത്തരം നൽകുന്നത്. ഹയ്യ അല സ്വലാ എന്ന വിളിക്ക് ഉത്തരം കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ്? അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരമാണ് അവൻ നൽകുന്നത്. എന്നാൽ ഉറക്കം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിളിയാളമാണ്. ശരീരം ആവശ്യപ്പെടുമ്പോ, അതിന് ക്ഷീണം ബാധിക്കുമ്പോഴാണ് ഉറക്കത്തിലേക്ക് ആ ശരീരം പോകുന്നത്. അള്ളാഹുവിന്റെ വിളിയാണ് നിസ്കാരത്തിലേക്കുള്ള വിളി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഉറക്കം എന്ന് പറയുന്നത് ശരീരത്തിന് റാഹത്ത് ലഭിക്കുന്ന കാര്യമാണെങ്കിൽ നിസ്കാരത്തിലൂടെ യഥാവണ്ണം കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതിന്റെ റൂഹ്, ആ ഖുശൂഅോടുകൂടി അത് നിർവഹിച്ചാൽ ആ നിസ്കാരം അവന്റെ ആത്മാവിന്, അവന്റെ മനസ്സിന് റാഹത്താണ്. യാതൊരു സംശയവുമില്ല. ഉറക്കം അവന്റെ ശരീരത്തിന് റാഹത്താണെങ്കിൽ അവന് മനസ്സിനും ആത്മാവിനും ആശ്വാസം നൽകുന്ന, റാഹത്ത് നൽകുന്ന മഹത്തരമായ കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. പ്രത്യേകിച്ച് സുബ്ഹ് നമസ്കാരം അത് ജമാഅത്തായി നിർവഹിക്കുന്നതിലൂടെ എത്ര ശ്രേഷ്ഠതകളാണ് ഇത് വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു സമയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും സുബ്ഹിന്റെ സമയം, ഒരുപാട് നമുക്ക് രാത്രി കൂടുതൽ ദൈർഘ്യമുള്ള ഒരു സന്ദർഭമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും പള്ളികളിൽ ആളുകളെ കാണാനില്ല. എല്ലാവരും അവരുടെ വീടുകളിലുണ്ട്. മറ്റു ജമാഅത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അവർ അവരുടെ ജോലി സ്ഥലങ്ങളിലായിരിക്കും, മറ്റു തിരക്കുകളിലായിരിക്കും. എന്നാൽ സുബ്ഹിന്റെ സമയത്ത് എല്ലാവരും അവരുടെ വീടുകളിൽ ഉണ്ടാകും. എന്നാൽ പള്ളികളിൽ അവരെ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്.
അതിലുള്ള പുണ്യം, അതിലുള്ള മഹത്വം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എത്ര വലിയ പുണ്യങ്ങളാണ് സുബ്ഹ് നമസ്കാരത്തിന് പഠിപ്പിച്ചിട്ടുള്ളത്. അത് പള്ളിയിൽ വെച്ചുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ എത്ര ശ്രേഷ്ഠതകളാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് കാണാൻ സാധിക്കും. നമുക്കറിയാം, രാത്രി നിസ്കാരം എന്ന് പറയുന്നത് ഇശാ കഴിഞ്ഞ് സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള നിസ്കാരങ്ങൾക്കാണല്ലോ ഖിയാമുൽ ലൈൽ, സ്വലാത്തുൽ ലൈൽ എന്നൊക്കെ പറയുന്നത്. ആ ഒരു കാര്യം നിർവഹിക്കാറുണ്ട് പലപ്പോഴും പല ആളുകളും. പ്രത്യേകിച്ച് റമളാനിന്റെ സന്ദർഭങ്ങളിൽ 1 മണിക്കൂർ തറാവീഹ് നമസ്കരിക്കുക എന്നുള്ളത് അത് എത്രമാത്രം വലിയ അനുഭവമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ രാത്രി മൊത്തം നിസ്കരിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കും. രാത്രി നമ്മൾ ഇശാ കഴിഞ്ഞ് സുബഹി വരെ നമ്മൾ നിസ്കരിക്കുകയാണ്. എത്ര ത്യാഗവും ക്ഷമയും ആവശ്യമുള്ള കാര്യമാണത്. എത്ര അധ്വാനം അല്ലെങ്കിൽ ത്യാഗം ആവശ്യമുള്ള കാര്യമാണ് ഈ പറഞ്ഞത്, രാത്രി മൊത്തം നിസ്കരിക്കുക എന്നുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാഅ ഫീ ജമാഅത്തിൻ, ഒരുത്തൻ ഇശാ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ രാത്രി പകുതി നിസ്കരിച്ചവനെ പോലെയാണ്. ഇശാ ജമാഅത്തായി നിസ്കരിച്ചാൽ, ഇശാ നിസ്കരിക്കണം, അത് ജമാഅത്തായി നിസ്കരിക്കണം. ജമാഅത്തായിട്ടുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ മസ്ജിദിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാം ശർആക്കിയിട്ടുള്ളത്. ആ ജമാഅത്തായി ഇശാ നിസ്കരിച്ചാൽ അവന് രാത്രി പകുതി നിസ്കരിച്ചവനെ പോലെയാണ്. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ആര് സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചുവോ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ല, അവൻ രാത്രി മൊത്തം നിസ്കരിച്ചവനെ പോലെയാണ്. രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ്. അത്രയും പ്രതിഫലമാണ് അവന് അല്ലാഹു തആല രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് എത്ര പ്രയാസകരമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര സ്വബർ ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ രാത്രി മൊത്തം നിസ്കരിച്ചതിന്റെ കൂലി കിട്ടും ഒരുത്തൻ സുബ്ഹ് ജമാഅത്തായി പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അതിനെ ചെറുതായി കാണരുത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്കൊരു ചരിത്രം കാണാം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സുലൈമാൻ ഇബ്നു അബി ഹസ്മ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ഒരിക്കൽ സുബഹിക്ക് കാണാനില്ല. ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുകയാണ്, എവിടെ പോയി സുലൈമാൻ? അദ്ദേഹത്തിന്റെ വീടെന്ന് പറഞ്ഞാൽ പള്ളിയുടെയും അങ്ങാടിയുടെയും ഇടയിലാണ്, മാർക്കറ്റിന്റെയും പള്ളിയുടെയും ഇടയിലാണ് സുലൈമാൻ ഇബ്നു അബി ഹസ്മയുടെ വീടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുന്ന സമയത്ത് സുലൈമാൻ ഇബ്നു അബി ഹസ്മയുടെ മാതാവിനെ കണ്ടു, ഉമ്മയെ കണ്ടു. ഷിഫ എന്ന പേരുള്ള സ്ത്രീയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ലം അറ സുലൈമാന ഫി സുബ്ഹ്, സുലൈമാനെ സുബഹിക്ക് കണ്ടില്ലല്ലോ. സുലൈമാൻ എന്തുകൊണ്ട് സുബഹിക്ക് വന്നില്ല എന്നുള്ള കാര്യം ഉമ്മയോട് ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുകയാണ്. ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഉമ്മ പറയുകയാണ്, ഇന്നഹു ബാത യുസല്ലി ഫഗലബത്ഹു ഐനാഹു, അദ്ദേഹം ഇന്നലെ രാത്രി മൊത്തം നിസ്കരിക്കുകയായിരുന്നു, അതുകൊണ്ട് സുബഹിയായപ്പോൾ ഉറങ്ങിപ്പോയി. രാത്രി മൊത്തം തഹജ്ജുദ് നിസ്കാരത്തിലായിരുന്നു, പക്ഷേ സുബഹിയായപ്പോ ഫഗലബത്ഹു ഐനാഹു, അദ്ദേഹത്തിന്റെ കണ്ണ് അദ്ദേഹത്തെ അതിജയിച്ചു, അദ്ദേഹം ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് സുബഹിക്ക് വരാത്തത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഅൻ അശ്ഹദ സ്വലാത്ത സുബ്ഹി ഫീ ജമാഅത്തിൻ, സുബ്ഹ് ജമാഅത്തിന്, സുബ്ഹ് നിസ്കാരത്തിന് ജമാഅത്തായി പങ്കെടുക്കുക എന്നുള്ളതാണ് അഹബ്ബു ഇലയ്യ മിൻ അൻ അഖൂമ ലൈലതൻ, രാത്രി മൊത്തം തഹജ്ജുദ് നിസ്കരിക്കുന്നതിനേക്കാൾ, രാത്രി നിസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. രാത്രി മൊത്തം നിസ്കരിച്ചിട്ട് സുബഹി നഷ്ടപ്പെടുന്ന അവസ്ഥ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാൽ സഹോദരങ്ങളെ, രാത്രി അനാവശ്യമായ കാര്യങ്ങളിൽ, പലപ്പോഴും ഹറാമായ കാര്യങ്ങളിൽ മുഴുകിയിട്ടാണ് പലർക്കും സുബഹി നഷ്ടപ്പെടുന്നത്. സുബഹി എന്ന നിസ്കാരം തന്നെ ഇല്ലാത്ത എത്ര ആളുകൾ, ജമാഅത്ത് നഷ്ടപ്പെടുന്ന ആളുകൾ. എന്നാൽ സുബഹി ജമാഅത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ രാത്രി മൊത്തം നിസ്കരിച്ചവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. ഒന്നാമത്തെ ശ്രേഷ്ഠത അതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിഫാഖിൽ നിന്നുള്ള അൽ ബറാഅത്തു മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്നുള്ള, കാപ്പട്യത്തിൽ നിന്നുള്ള സുരക്ഷ സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുണ്ടാകും. കാപ്പട്യം, നിഫാഖ്,
മുനാഫിക്കിന് ഏറ്റവും പ്രയാസകരമേറിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിസ്കാരം തന്നെ മുനാഫിക്കിന് പ്രയാസാണ്. ജമാഅത്ത് നിസ്കാരം പ്രത്യേകിച്ചും. ജമാഅത്ത് നിസ്കാരത്തിൽ തന്നെ ഇശാവും സുബഹിയും അങ്ങേയറ്റം പ്രയാസമാണ് മുനാഫിക്കിന്. അപ്പോ ഒരാൾ സുബഹിക്ക് കൃത്യമായി ജമാഅത്തിന് പങ്കെടുത്താൽ അവന് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാം. ഒരു മുനാഫിക്കിന് അത് കൃത്യമായി പാലിക്കാൻ സാധിക്കുകയില്ല. സുബഹി ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുക എന്നുള്ളത് ഒരു മുനാഫിക്കിന് അസാധ്യമായ വലിയ പ്രയാസമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൈസ സ്വലാത്തുൻ അസ്ഖല അലൽ മുനാഫിഖീൻ മിനൽ ഫജ്രി വൽ ഇശാ. ഇശാഇനേക്കാളും ഫജ്റിനേക്കാളും സുബഹി നമസ്കാരത്തെക്കാളും മുനാഫിക്കിന് പ്രയാസമുള്ള ഭാരമുള്ള ഒരു നിസ്കാരവുമില്ല. മുനാഫിക്കിന് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം സുബഹി നിസ്കാരവും ഇശാ നിസ്കാരവുമാണ്. എന്നാൽ ഒരുത്തൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സുബഹിന്റെയും ഇശാഇന്റെയും ജമാഅത്തിൽ പങ്കെടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി ഞങ്ങളുടെ കൂടെ സുബഹി നിസ്കരിച്ചു. ആ സമയത്ത് റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഓരോരുത്തർ അന്വേഷിക്കുകയാണ്, അശാഹിദുൻ ഫുലാൻ, ഇന്ന വ്യക്തി വന്നിട്ടുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. അശാഹിദുൻ ഫുലാൻ, ഇന്നയാൾ വന്നിട്ടുണ്ടോ? ഓരോരുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു അന്നാൾ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുകയാണ്, ഇന്ന ഹാതൈനി സ്വലാതൈനി അസ്ഖലു സ്വലവാതി അലൽ മുനാഫിഖീൻ. ഈ രണ്ട് നിസ്കാരമുണ്ടല്ലോ, ഇശാവും സുബഹിയും, അത് മുനാഫികൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരമാണ്. വലൗ തഅലമൂന മാ ഫീഹിമാ ലഅതൈതുമൂഹാ വലൗ ഹബ്ബൻ അല റുകബ്. നിങ്ങൾ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മുട്ടിലിഴഞ്ഞുകൊണ്ടാണെങ്കിലും നിരങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾ ആ രണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതിന്റെ ജമാഅത്തിനോട് നിങ്ങൾ ഹാജരാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തിന് പങ്കെടുക്കാത്തവരെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ മുനാഫിഖുകൾ എന്ന് ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞത് കാണാൻ സാധിക്കും, കുന്ന ഇദസ്തഖദന അർറജുല ഫിൽ ഇശാഇ വസ്സുബ്ഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സുബഹിക്കും ഇശാഇനും വന്നിട്ടില്ല എങ്കിൽ, സുബഹിസ്കാരത്തിനും ഇശാസ്കാരത്തിനും ആൾ പള്ളിയിൽ വന്നിട്ടില്ല എങ്കിൽ അസഇനാ ബിഹി ദന്ന, അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ മോശം വിചാരിക്കുമായിരുന്നു, അദ്ദേഹത്തെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല എന്നാണ്. അങ്ങനെയായിരുന്നു സഹാബ മനസ്സിലാക്കിയിരുന്നത് എന്ന് നമ്മൾ അറിയണം. സഹോദരങ്ങളെ, സുബഹി നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ഒരു ശ്രദ്ധയുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്നത് നിഫാഖിൽ നിന്നാണ്. മുനാഫിക്കിന് അത് സാധിക്കൂല. നമ്മൾ സുബഹിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകളാണോ തസാഹുൽ കാണിക്കുന്ന ആളുകളാണോ, നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഹൃദയങ്ങളിൽ നിഫാഖുണ്ട് എന്ന കാര്യം. സുബഹി നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുന്ന ആളുകളാണോ, ജമാഅത്തിന്റെ കാര്യമാണ് പറയുന്നത്. സുബഹി വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന കാര്യമില്ല, സുബഹി പള്ളിയിൽ വെച്ചുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്ന കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിഫാഖുണ്ട് എന്ന കാര്യം നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. സുബഹി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത, പ്രത്യേകിച്ചും പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുന്നതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആര് സുബ്ഹി നമസ്കരിച്ചുവോ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അല്ലാഹുവിന്റെ സഹായവും സംരക്ഷണവും അവനുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹി നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ ദിമ്മ, അല്ലാഹുവിന്റെ ദമാൻ, അല്ലാഹുവിന്റെ ഹിഫ്ള്, അല്ലാഹുവിന്റെ സംരക്ഷണം അവനുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ സംരക്ഷണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കാര്യം മറ്റെന്താണ്? നമ്മൾ നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ, നമ്മളുടെ മറ്റു കാര്യങ്ങൾ സംരക്ഷിക്കാൻ എത്ര ഭൗതികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയാലും അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലേ അത് നമുക്ക് ഫലപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുന്നത് കാണാൻ സാധിക്കും, ഇബ്ന ആദം, ആദമിന്റെ പുത്ര, ഇർകഅ ലി 4 റകഅാതിൻ മിൻ അവ്വലി നഹാർ, 4 റകഅത്ത് നീ പകലിന്റെ ആദ്യ സമയത്ത് എനിക്ക് വേണ്ടി നിസ്കരിക്കണം.
അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്, മനുഷ്യ നീ 4 റക്അത്ത് പകലിന്റെ ആദ്യ സമയത്ത് എനിക്ക് വേണ്ടി നീ നിർവഹിക്കണം. അക്ഫിക ആഖിറഹു, അങ്ങനെ നീ 4 റക്അത്ത് പകൽ തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് വേണ്ടി നിർവഹിച്ചാൽ ആ ദിവസം അവസാനിക്കുന്നത് വരെ, ആ പകൽ അവസാനിക്കുന്നത് വരെ ഞാൻ തന്നെ നിനക്ക് മതിയാകും. നിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, എന്റെ സഹായം നിനക്കുണ്ടാകും. ദീനിയായി നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ, ചിന്മയിലേക്ക് ചെന്നു ചാടുന്ന അവസ്ഥകൾ, ദുനിയവിയായ പരീക്ഷണങ്ങൾ, അതിൽ നിന്നെല്ലാം ഞാൻ നിന്നെ സംരക്ഷിക്കും എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. 4 റക്അത്ത് പകലിന്റെ തുടക്കത്തിൽ നിസ്കരിച്ചാൽ, ഏതാണ് 4 റക്അത്ത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഈ 4 റക്അത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്ന, അള്ളാഹു പ്രത്യേകം ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അത് ഹാദിൽ അർബഉ ഇൻദി, എന്റെ അടുത്ത് ഈ 4 റക്അത്ത് എന്ന് പറഞ്ഞാൽ അത് ഫജ്ർ നിസ്കാരവും അതിന്റെ ഹിയൽ ഫജ്ർ വ സുന്നതുഹാ, അത് ഫജ്ർ നിസ്കാരമാണ്. മാത്രമല്ല അതിന്റെ 2 റക്അത്ത്, അതിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുമാണ്. അതാണ് 4 റക്അത്ത്. ഫജ്ർ നിസ്കാരം, സുബഹി നമസ്കാരവും അതിന് മുമ്പ് നമ്മൾ നിർവഹിക്കുന്ന 2 റക്അത്ത് നിസ്കാരം. ഈ 4 റക്അത്ത് നിസ്കാരത്തെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ സുബഹി നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നതിലൂടെ, പകലിന്റെ തുടക്കത്തിൽ നമ്മൾ ഇത് നിർവഹിച്ചുകൊണ്ടാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നതെങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സംരക്ഷണം ലഭിക്കാത്ത, സുബഹി ജമാഅത്ത് നിസ്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വീട്ടിൽ നിന്ന് പോലും കൃത്യസമയത്ത് നിർവഹിക്കാത്ത ഒരുപാട് മുസ്ലിം നാമധാരികളുണ്ട്. അവരുടെ പേര് മുസ്ലിമിന്റെ പേരായിരിക്കും, അവർ മഹല്ലിൽ ഉണ്ടായിരിക്കും, അവർ മരിച്ചാൽ അവരുടെ ഖബറടക്കം നമ്മുടെ ഖബർസ്ഥാനിലായിരിക്കും. പക്ഷെ നിസ്കാരം ഒരുപാട് ഒഴിവാക്കി പോയിട്ടുണ്ടാവും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ തസാഹുൽ, അലംഭാവം കാണിച്ച ആളുകളായിരിക്കും. പേരിന് അവർ മുസ്ലിം ആയിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അവർ കാഫിറുകളായി പോയിട്ടുണ്ടാകും നിസ്കാരം ഉപേക്ഷിച്ച കാരണത്താൽ. സഹോദരങ്ങളെ, ഗുരുതരമായ വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്, നിസ്കാരം ഒഴിവാക്കുക എന്നുള്ള കാര്യം. സുബഹി നമസ്കാരം നമ്മൾ നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനാണ്, അള്ളാഹുവിന്റെ സംരക്ഷണമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. 4-മത്തെ ഒരു കാര്യം, നമ്മൾക്ക് സ്വർഗപ്രവേശനം സാധിക്കുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, ആര് ബർദൈൻ എന്ന് പറഞ്ഞാൽ സലാത്തു സുബ്ഹും സലാത്തുൽ അസ്റുമാണ്. 2 തണുപ്പുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ ഉച്ചയുടെ ചൂട് കഴിഞ്ഞ് തണുപ്പുള്ള ഒരു സന്ദർഭമാണ് അസറിന്റെ സമയം. അതുപോലെ തന്നെ രാത്രിയുടെ അവസാന സമയത്തും ഉള്ള ആ ഒരു തണുപ്പിന്റെ ഘട്ടം സുബ്ഹ്. ഈ 2 നിസ്കാരം ആര് നിർവഹിച്ചുവോ ദഖലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. സ്വർഗപ്രവേശനമാണ് നിസ്കാരത്തിന്റെ, സുബഹി നമസ്കാരത്തിന്റെയും അസർ നമസ്കാരത്തിന്റെയും കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം തന്നെ സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. പക്ഷേ സ്വലാത്തു സുബഹി നമസ്കാരത്തിന്റെയും അസർ നമസ്കാരത്തിന്റെയും കാര്യം പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിരിക്കുന്നു. 5-മത്തെ ഒരു കാര്യം നരകത്തിൽ നിന്നുള്ള മോചനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, ലൻ യലിജൻ നാറ അഹദുൻ സല്ല ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹാ. ഒരുത്തൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആരാണവൻ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചവൻ, സൂര്യന്റെ അസ്തമയത്തിന് മുമ്പ് നിസ്കരിച്ചവനും, അഥവാ സുബഹി നമസ്കരിച്ചവനും അസർ നിസ്കരിച്ചവരും അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് അവസാനിക്കുന്നില്ല സുബഹി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിലും അത് പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി ശ്രേഷ്ഠതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മഹത്തരമായ ഒരു ഇബാദത്താണ് സ്വലാത്തു സുബ്ഹ്. അത് തന്നെ ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ള കാര്യം. നമ്മൾ പരലോകമാണോ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, പരലോക വിജയമാണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത്, നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയ നാം ഓരോരുത്തരും, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നാം ഓരോരുത്തരും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്, പ്രത്യേകം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഇതൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ മുമ്പ് കേട്ട് മനസ്സിലാക്കിയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. പക്ഷെ അത് കേട്ടിട്ടും അറിഞ്ഞിട്ടും അതിന്റെയൊക്കെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയിട്ടും നമ്മൾക്ക് പള്ളിയിൽ വരാൻ സാധിക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിന് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ,
നമ്മുടെ മനസ്സ് എത്രമാത്രം കടുത്തുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഈമാൻ എത്രമാത്രം ദുർബലമാണ് എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. ഇത്രയേറെ ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടും ഇത്രയേറെ മഹത്വങ്ങൾ നമ്മൾക്ക് ഓഫർ ചെയ്തിട്ടും നമ്മൾ ഈ നിസ്കാരത്തിന് ആവേശപൂർവ്വം എത്തുന്നില്ല എങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഈ നിസ്കാരത്തിലേക്ക് അള്ളാഹുവും റസൂലും പ്രോത്സാഹിപ്പിക്കേണ്ടത്? സ്വർഗം തരാമെന്ന് പറഞ്ഞു, നരകത്തിൽ നിന്ന് രക്ഷ തരാമെന്ന് പറഞ്ഞു, ദുനിയാവിലുള്ള പ്രൊട്ടക്ഷൻ സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞു, നിഫാഖിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് പറഞ്ഞു, രാത്രി മൊത്തം നിസ്കരിച്ചതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള വേറെയും നിരവധി പ്രത്യേകതകൾ ഇതൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ടും നമ്മുടെ മനസ്സിനൊരു കുലുക്കവുമില്ല എങ്കിൽ, നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ മനസ്സിനെ അത് തൊട്ടുണർത്തുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങേയറ്റം ദൗർഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രേഷ്ഠതകൾ കേട്ടാൽ മാത്രം പോരാ, അതിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതസ് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.